ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് എന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പയ്യോളി ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ അതിനായിട്ട് ഒരു 15 വറ്റൽമുളക് ഇതേപോലെ ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർത്തതിന് ശേഷം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചതിന് ശേഷം ബാക്കി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വിനീഗർ, 1 തണ്ട് കറിവേപ്പില. ഇതൊന്ന് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 600 ഗ്രാം വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ലെഗ് പീസായിട്ടാണ് എടുത്തത്. നിങ്ങൾക്ക് ഏത് പീസിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇനി അത് ആ മസാലയിലേക്ക് നന്നായിട്ട് ഒന്ന് പുരട്ടി വെച്ച് ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണേ. ഇനി നമ്മൾ ബാക്കി വന്ന ആ മുളകിൻ്റെ പേസ്റ്റിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഞാനൊരു 1 മണിക്കൂറോളം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ചിക്കൻ പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യുക. എണ്ണ നന്നായിട്ട് ചൂടായാൽ അതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി മസാല തേച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണേ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മൾ ഇതേപോലെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പം ആ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനൊന്ന് ചിക്കൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടാൻ. ഇനി നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുള്ള ചിക്കൻ ഒന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഓൾറെഡി മസാല തേച്ച് വെച്ചിട്ടുള്ള തേങ്ങ ആ സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മസാല തേച്ചിട്ടുള്ള തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആവുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്യണേ. തേങ്ങ കരിഞ്ഞു പോകരുത്. അപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനിലേക്ക് തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള പയ്യോളി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം.